എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് പാർട്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലൈഫിൽ ഞാൻ ഇങ്ങനെ ആർക്കും ഇത്രയൊരു ഗ്രാൻഡായിട്ട് പാർട്ടി കൊടുത്തില്ല. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ പാർട്ടിയല്ല, ഇങ്ങനെ ആളെ ഞെട്ടിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ ആളെ പറ്റിച്ചിട്ട് അവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കാണുക, അത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനൊരു പരിപാടി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചെക്കൻ്റെ, അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഇപ്പോൾ സമയം ഇപ്പം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും പിന്നെ ചേച്ചിയുടെ മോളും പിന്നെ എൻ്റെ കസിനുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമ്മൾ അവിടെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി സർപ്രൈസ് ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെയൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. അപ്പോൾ സമയം ആവുന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ നേരത്തെ റെഡിയായതാണ്. ആളിപ്പോൾ ഒരു സാമിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേക്കിലായാലും ഒരുപാട് വലിയ വലിയ പരിപാടികൾ നടത്തുന്ന കുറച്ച് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എഗ്ലെസ് കേക്കാണ്. അപ്പോൾ സ്വാമിമാർക്കാകുമ്പോൾ എഗ്ലെസ് കേക്ക് തന്നെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എൻ്റെ രീതിയിലുള്ള കുറച്ച് ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൊടുക്കുമ്പോൾ ആളുടെ റിയാക്ഷൻ എന്താണ് എന്നൊക്കെ അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം ആളങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും സ്വാമിയായിരിക്കും. എല്ലാ കൊല്ലവും സ്വാമി മാല ഇടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്നോട് പറയാറുണ്ട് ഞാൻ അങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്യാറില്ല എന്ന്. പക്ഷേ എനിക്കെന്തോ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ബർത്ത്ഡേ ഒന്ന് കളറാക്കണം, അല്ലെങ്കിൽ അടിപൊളിയാക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് സെറ്റ് ചെയ്യാൻ, അവരൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കണ്ടാലോ? അപ്പോൾ ഓക്കെ, നമുക്ക് പോകാം. അപ്പോൾ ഇതാ കൂട്ടുകാരെ, ഞാനും ചേച്ചിയും സാൻവി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈനവ് അവനൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകാൻ നേരം. അപ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ചു അവനെയും കൂടി എടുക്കാമെന്ന്. അപ്പോൾ അവൻ കരഞ്ഞ് പ്രശ്നമാക്കണ്ടെന്ന് കരുതി അവരെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ, കേക്ക് എല്ലാം നമ്മൾ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് നമുക്കിനി നേരെ അങ്ങോട്ട് വിട്ടാൽ മതി. അപ്പോൾ ഒരു 11:30 ആ ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരുപാട് ലോങ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. എൻ്റെ കസിനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഏട്ടൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ആൾ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചത്. പക്ഷേ ആൾ മഠത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ കയറിയില്ല. വീട്ടിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ആൾ വേഗം കടക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തി വേഗം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അമ്മ വന്ന് വിളിച്ചതാണ്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുമെന്ന്. ഞാൻ വന്നിട്ടെന്ന് പറഞ്ഞിട്ടും ആൾ വിശ്വസിച്ചില്ല. അവസാനം എന്നെ കണ്ടപ്പോഴാണ് ആളൊന്ന് ഷോക്കായത്. സ്വാമി ആയതുകൊണ്ട് ഡെയിലി ഇപ്പം മഠത്തിലൊക്കെ പോകുന്നത് കൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവരൊക്കെ ആ മഠത്തിൽ നിന്ന് കഴിഞ്ഞ് അവരവരെ വീട്ടിൽ പോവാറാണ്. പക്ഷേ ഇന്ന് അവർ പോയില്ല. അപ്പോഴേ തോന്നി എന്തോ ഒരു പരിപാടി അവർ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാൻ വരും എന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏകദേശം ഒരു ടൈമൊക്കെ വീട്ടിലെത്താനാകും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ട്രാവലിംഗ് കൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. പക്ഷേ എന്നെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ആളങ്ങ് ഷോക്കായി. കുറേ നേരം സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് നീ വന്നത് എന്നാണ്. കാരണം ഞാൻ വരുമെന്നും ഞാൻ എങ്ങനെയാണ് വരിക, എന്തായാലും എങ്ങനെ വരിക എന്ന് ആൾക്ക് എന്തായാലും അറിയില്ലല്ലോ. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. പക്ഷേ എന്തായാലും നമ്മളെ ഈ പരിപാടി ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കളറായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ആർക്കും ഇങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി കൊടുത്തിട്ടില്ല. ഈ ഒരു പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നത് എൻ്റെ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കുക, ആളുടെ സന്തോഷം. ഒരു 12 മണി എന്നൊക്കെ പറയുമ്പോൾ അത് ആൾ ജനിച്ച ടൈമൊന്നും അല്ലെങ്കിലും നമുക്കെന്താ പറയുക വെച്ചാൽ അത് ഒരു പുതിയൊരു ഡേയുടെ തുടക്കമാണല്ലോ. അപ്പോൾ ആ ഡേ ആണ് ആളുടെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡേ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ആ ഒരു ട്രീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആളുടെ സന്തോഷം അത് വലുതായിരിക്കും. എനിക്കിതുപോലത്തെ പാർട്ടി കൊടുക്കാനും അത് കിട്ടുമ്പോഴും ഒക്കെയുള്ള സന്തോഷം നമുക്കറിയുമ്പോൾ ആളുടെ എന്താണ് ഉള്ളിലുണ്ടാകുന്ന സന്തോഷം നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പരിപാടി എന്നൊക്കെ. ആൾ ഒന്നും പറയാനില്ല, ആൾ അങ്ങനെ ഒന്നും പറയാറില്ല. എന്നാലും എനിക്ക് തോന്നി കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിന് കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി. അമ്മയും ചക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ അമ്മയും പെങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ഞാനും ചേച്ചിയും സാൻവിയും വൈന പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ടീവാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണം.
നിങ്ങൾ സർപ്രൈസ് ആയോ? സർപ്രൈസ്. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല. ഇല്ല, അതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടില്ല ഏട്ടൻ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കഥയെല്ലാം പറഞ്ഞ് അമ്മ കുറച്ച് ഐസ്ക്രീമും കുറച്ച് ഫ്രൂട്ട്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം കഴിച്ച് നേരെ പോകുന്ന വഴിയിൽ നമ്മളിനി ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് കരുതി. കാരണം ഈ നൈറ്റിൽ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്കൊരു കട്ടനൊക്കെ അടിക്കുമ്പോൾ ആ ഒരു വൈബ് അതൊന്നും വേറെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇന്നത്തെ ഡേ വളരെ സന്തോഷമായി. കാരണം ലൈഫിൽ ഞാൻ ആർക്കും ഇങ്ങനെയൊരു സർപ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ആളുടെ. അപ്പോൾ അതിൽ ഈ ആൾക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക മറക്കാനാവാത്തൊരു ഓർമ്മ എനിക്ക് സമ്മാനിക്കാൻ സാധിച്ചു. എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും സപ്പോർട്ടീവായിട്ട് നിന്ന് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അമ്മയും പെങ്ങളാണെങ്കിലും പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് എൻ്റെ കൂടെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. അവളില്ലെങ്കിൽ എനിക്ക് എന്തായാലും ഇങ്ങനൊരു പരിപാടിക്ക് പോകാൻ പറ്റില്ല, അവളും കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ അടിപൊളിയായി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവരോടും ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ടാറ്റ ബൈ ബൈ.